Guys, Bloom, India's first IP69 rated waterproof phone. $360 fully armored body. IP69, 68, 66 റേറ്റിംഗ്, പിന്നെ അലൂമിനിയം അലോയുടെ ബോഡി, ഷോക്ക് അബ്സോർബിങ് സ്ക്രീൻ. ഗൈസ്, അപ്പോൾ നമ്മൾ വെള്ളത്തിൽ മുക്കി നോക്കി, തറയിലിട്ട് നോക്കി നന്നായിട്ട്. ഇനി ഒന്ന് അലക്കി എടുത്താലോ ഗൈസ്? ഒരു 15 മിനിറ്റ് ക്വിക്ക് വാഷ് ചെയ്ത് നോക്കാം നമുക്ക്. ഓക്കെ, ഗൈസ്, ഡിറ്റർജൻറ്റ് ഇട്ടിട്ടില്ല. ചെന്ന പിന്നെ അതിൽ കിടന്ന് അടിക്കുന്നുണ്ട് ഗൈസ്. ഏകദേശം 1200 RPM ഇപ്പോൾ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴുകി തീർന്നിട്ടുണ്ട് ഗൈസ്, നമുക്ക് എടുത്ത് നോക്കാം. യെസ്, കഴിവ് തെളിയിച്ചിരിക്കുന്നു ഗൈസ്. അപ്പോൾ Oppo F27 Pro Plus 5G. പിന്നെ അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒരു 3D കർവ്ഡ് AMOLED ഡിസ്പ്ലേ വരുന്നുണ്ട്, 6.7 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ വരുന്നുണ്ട്, 120 Hz റിഫ്രഷ് റേറ്റ് ആണ് വരുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത, അത്ര തിക്കായിട്ടുള്ള ബസൽസ് ഒന്നും അല്ല, അത്യാവശ്യം നല്ല സ്ക്രീനാണ്. ഒരു ലെതർ ഫിനിഷ് ബാക്ക് വരുന്നുണ്ട്, അത് സ്റ്റെയിൻ റെസിസ്റ്റന്റ് ആണ്. 2 കളറിൽ അവൈലബിൾ ആണ്. ഈ ഒരു നേവി ബ്ലൂവും ഡസ്ക് പിങ്കും ഉണ്ട്. 80 വാട്ട്സിന്റെ ഒരു ചാർജർ പെട്ടിയിൽ വരുന്നുണ്ട്. പക്ഷേ ഫോൺ സപ്പോർട്ട് ചെയ്യുന്ന 67 വാട്ട്സിന്റെ സൂപ്പർ ബുക്ക് ചാർജിംഗ് ആണ്. പിന്നെ 5000 mAh ബാറ്ററി, 4 വർഷം കഴിഞ്ഞാലും ബാറ്ററി ഹെൽത്ത് 80% താഴെ പോവില്ല. MediaTek 7050 പ്രോസസർ, 8GB 128GB 8GB 256GB മോഡലും അവൈലബിൾ ആണ്. കാണാനൊന്നും വലിയ കുഴപ്പമില്ല, അത്യാവശ്യം സ്ലിം ആണ്, ഹോൾഡ് ചെയ്യാനും വലിയ പ്രശ്നമൊന്നുമില്ല. 64 മെഗാപിക്സലിന്റെ ഒരു മെയിൻ ക്യാമറ, 8 മെഗാപിക്സലിന്റെ ഒരു സെൽഫി ക്യാമറയുണ്ട്. നിങ്ങൾക്ക് 4K 30 FPS വരെ ഷൂട്ട് ചെയ്യാനും പറ്റും. അത്ര ഒരു പ്രോമിസിംഗ് ക്യാമറയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ആക്ച്വലി ഇത്രയും റിവ്യൂസ് ഒക്കെ ചെയ്യാൻ പറ്റുമെന്നല്ലാതെ ഈ ഫോണിന്റെ സ്പെക് വൈസ് അത്ര കിടിലമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇത്രയും അണ്ടർ വാട്ടർ കേപ്പബിലിറ്റി ഒക്കെ ഉള്ളപ്പോഴത്തേക്ക് എൻ്റെ ക്യാമറയൊക്കെ കുറച്ചുകൂടെ നല്ലതായിരുന്നു എന്നുണ്ടെങ്കിൽ നല്ല അണ്ടർ വാട്ടർ ഷോട്ട്സ് ഒക്കെ എടുക്കാനായിട്ട് ശരിക്കും ഉപകരിച്ചേനെ. ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഈ ഫോണിനെ പറ്റിയുള്ള അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റ് ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്, ബൈ.